കേരളം ആവശ്യപ്പെടുന്ന അരി വിഹിതം നൽകാതെ കേന്ദ്രം നേരിട്ട് അരി നൽകുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഡോക്ടർ GR അനിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൻ്റെ ആവശ്യം അവഗണിക്കുമെന്ന് തോന്നിയാൽ കൂട്ടായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി GR അനിൽ 24നോട്. ഭക്ഷ്യമന്ത്രി GR അനിൽ ചേരുകയാണ് 24-നൊപ്പം. മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഈ ഉത്സവ സീസണിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അരിവില കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്, അതിനെ നേരിടാനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങ് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് കൂടി ശ്രമിക്കുന്നുണ്ട് ഡൽഹിയിൽ എത്തിയിട്ട്. എന്തായി അത്? ഇന്നലെ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് ഞങ്ങളും കേരളത്തിൻ്റെ ഉദ്യോഗ പ്രമുഖരുമായി ഒരുമിച്ചിരുന്നാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണുന്നുണ്ട്. കേരളത്തിന് 100% മലയാളിക്കും പരിമിതമാണെങ്കിൽ പോലും സബ്സിഡൈസ്ഡ് റേറ്റിൽ ഭക്ഷ്യധാന്യം കൊടുക്കുന്ന ഒരു സമീപനമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതാണ്. എന്നാൽ അത് നൽകാത്ത സാഹചര്യത്തിൽ FCയിൽ നിന്ന് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് സ്കീം അനുസരിച്ച് ലേലത്തിലെടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൂടെ അവസാനിപ്പിക്കുന്ന ഒരു സമീപനം കേന്ദ്രം കൈക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് അത്തരം ലേലത്തിൽ പങ്കെടുക്കാൻ ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഏജൻസിക്കോ കഴിയാത്തൊരു സ്ഥിതി വരികയാണ്. അത് ഓപ്പൺ മാർക്കറ്റിലേക്ക് ജനങ്ങൾ പോകേണ്ടുന്ന അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ വില വർധനവ് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ അതിജീവിക്കാമെന്ന ആലോചനയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കണ്ട് അത് പുനഃപരിശോധിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. നയം മാറ്റിയത് സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഈ അരി കൂടുതലായി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല തീരുമാനമില്ല. കേരളത്തിൻ്റെ പൊതുശബ്ദമായിട്ട് ഇത് ഉയർന്നു വരണം. കേരളം കർണാടകയിലെ ഗവൺമെൻറ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ നൽകിയ വാഗ്ദാനമാണ് 10 രൂപയ്ക്ക് അരി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്തരം ഗവൺമെൻറ്റുകളെ എങ്ങനെ ദുർബലമാക്കാം, എങ്ങനെ ആ ഗവൺമെൻറ്റുകൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാം, അതൊരു രാഷ്ട്രീയ പകപോക്കലാണ്. അത്തരം ഒരു നിലപാട് ഒരു ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അത്തരം നിലപാട് തിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളം ഒരു കൺസ്യൂമർ സെറ്റാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദനം നമ്മൾ പുറകിലാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേരളത്തോട് ഒരു പ്രത്യേക പരിഗണന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗവൺമെൻറ് അരി കിട്ടാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ സെപ്പറേറ്റായിട്ട് അരി കൊടുക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള പരിപാടിയാണോ എന്നറിയില്ല.